പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ തോളിലേറ്റി നടക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരൻ അടക്കം അറിവ് സമ്പാദിക്കാനുള്ള സാഹചര്യം വളർന്നു വരുന്നു. ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ടാകുന്നു. പഴയതുപോലെയല്ല. പണ്ട് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും കുറവായിരുന്നെങ്കിൽ ഇന്ന് മുതഅല്ലിമീങ്ങളും ആലിമീകളും ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറിവ് സമ്പാദിക്കാൻ കൽപ്പുള്ള വിഭാഗത്തോട് സാഹചര്യങ്ങളുണ്ടായിട്ട് അറിവ് സമ്പാദിക്കുകയും ആ അറിവ് ജീവിതത്തിൽ പകർത്താതിരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തോട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, മോനെ, നല്ലൊരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, അവൻ നല്ല നല്ല ആയുധങ്ങളിലൊക്കെ പയറ്റിത്തെളിഞ്ഞവനാണ്. വലിയ വലിയ പോക്കിരികളുമായിക്കൊണ്ട് പ്രതിരോധം കെട്ടിപ്പടുത്തുകൊണ്ട് അതിജയിച്ച് കീഴടക്കിയവനാണ്. വലിയ വലിയ രണാങ്കണങ്ങളിലൊക്കെ ശക്തമായ സംഘട്ടനങ്ങൾക്ക് സാക്ഷിയായി രണാങ്കണത്തെ അതിജയിച്ച് കീഴ്പ്പെടുത്തി തിരിച്ചു വന്നവനാണ്. അങ്ങനത്തെ നല്ലൊരു മല്ലനായ ചെറുപ്പക്കാരൻ, അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ വാളുകളുണ്ട്, ഇഷ്ടം പോലെ മറ്റു യുദ്ധ സാമഗ്രികളും ആയുധങ്ങളുമുണ്ട്. ആ ചെറുപ്പക്കാരനോട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഈ ചെറുപ്പക്കാരൻ അവന്റെ നല്ല മൂർച്ചയേറിയ കടാരികൾ ചുറ്റുഭാഗത്ത് വെച്ചിട്ടുണ്ട്, വലിയ വലിയ മറ്റായുധങ്ങളും തന്റെ ചുറ്റുഭാഗത്തുണ്ട്. ആ ആയുധ സജ്ജനായിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കൊണ്ട് അതാ ഒരു വലിയ പടുകൂറ്റൻ സിംഹം ചാടി വീഴാൻ വേണ്ടി പോവുകയാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മോനെ, ആ വലിയ ഒരു പടുകൂറ്റൻ സിംഹം നിന്റെ നേരെ ചാടി വീഴുമ്പോ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ആയുധപ്പയറ്റിൽ അവാർഡ് നേടിയവനാണെന്ന് പറഞ്ഞ് ആ ആയുധത്തെ ഉപയോഗിക്കാതെ, ആ ആയുധം ഉപയോഗിച്ച് ഈ മൃഗത്തെ പ്രതിരോധിക്കാതെ ഞാൻ വലിയ മല്ലനാണ്, ഞാൻ വലിയ ധീരനാണ്, ഞാൻ വലിയ ആയുധത്തിൽ പടപയറ്റി തെളിഞ്ഞവനാണ്, നീ മുങ്ക് നടിച്ച് നീ കൈകെട്ടിയിരുന്നത് കൊണ്ട് നിനക്ക് ആ മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ മോനെ? ഇല്ല എന്നതാണ് സത്യമെങ്കിൽ അതേ നിന്റെ ജന്മശത്രുവാകുന്ന പിശാചുണ്ടല്ലോ, ആ പിശാചിനെ പ്രതിരോധിക്കാനുള്ള നല്ല നല്ല വാഴുകളും അതുപോലെ തന്നെ കിതാബുകളും ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് നീ കണ്ടമാനം അറിവുകൾ നിന്റെ ജീവിതത്തിൽ നീ നേടിയെടുത്തിട്ടുണ്ട്. ആ നേടിയെടുത്തിരിക്കുന്ന പ്രതിരോധത്തിന്റെ ആയുധമാകുന്ന അറിവ്, ആ അറിവിനെ നിന്റെ ജീവിതത്തിൽ പകർത്താതെ മനുഷ്യന്റെ ജന്മശത്രുവാകുന്ന പിശാച് നിന്നെ കൊള്ള ചാടി വീഴുമ്പോൾ നീ വലിയ പ്രാസംഗികനാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? നീ വലിയ എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ വലിയൊരു പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്ക് സാധ്യമല്ല. പിശാച് നിന്നെ ജയിച്ച് കീഴടക്കും കേട്ടോ. മഹാനായ ഇമാം അബൂ ഹാമിദുൽ ഗസാലി, അറിവ് പോലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള പ്രചോദനമാകണം. അള്ളാഹു നമ്മുടെ അറിവുകളൊക്കെ നാഫിയാക്കി തരട്ടെ. ആ രീതിയിൽ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്ക് വശാരം ചെയ്തു തരട്ടെ. അയാളും ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി എന്താണ് ചെയ്തതെന്ന് നാം ആരെങ്കിലും ഒന്ന് ആലോചിച്ചോ? സൃഷ്ടാവായ റബ്ബിന്റെ തൃപ്തി നേടാൻ ഒന്നാമതായി നമ്മൾ നേടിയെടുക്കേണ്ടത് കറകളഞ്ഞ ഈമാനാണ്, ശുദ്ധമായ ഈമാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തിന് ഏത് തരത്തിലുള്ള ഈമാനാണോ പഠിപ്പിച്ചു കൊടുത്തത്, ആ ഈമാനിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്, ആമിനൂ കമാ ആമനന്നാസ്. ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾ വിശ്വസിക്കണമെന്ന് മാത്രമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നാം എന്ത് ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് ഈമാനാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഞാനും മുഅ്മിനാണ്, ഈമാനിന്റെ ആള് എന്ന് പറഞ്ഞു നടക്കാനല്ല. ഏത് ഈമാനിനെ അംഗീകരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ഈമാൻ? ആമിനൂ കമാ ആമനന്നാസ്. അന്നാസ് എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് ഈ അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം, സ്വഹാബ. സ്വഹാബത്തിന്റെ ഈമാൻ എന്തായിരുന്നു? ആ ഈമാൻ അങ്ങനെ തന്നെ അംഗീകരിക്കണം.
ആ സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് ഈമാനിനെ പഠിച്ചവരാണ് താബിഈങ്ങൾ. അവരിൽ നിന്ന് യഥാർത്ഥ ഈമാനിനെ ഉൾക്കൊണ്ടവരാണ് അവരുടെ പിൻഗാമികൾ. അവരിൽ നിന്ന് ആ ഈമാനിനെ നേരിട്ട് അനുഭവിച്ച് പഠിച്ചവരാണ് അവരുടെ പിൻഗാമികൾ. അങ്ങനെ ആ സ്വഹാബത്തിന്റെ പവിത്രമായ കരങ്ങളിലൂടെ പരമ്പരാഗതമായി നമ്മിലേക്ക് അംഗീകരിച്ചു പോന്ന വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ അങ്ങനെ തന്നെ വെച്ച് പുലർത്താൻ വേണ്ടി സാധിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണോ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചത്, സ്വഹാബത്ത് എങ്ങനെയാണോ മറ്റു വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെ കൊണ്ട് വിശ്വസിച്ചത്, അതുപോലെയുള്ള ഈമാൻ നമുക്കുണ്ടാകണം. ഞാനിത് പറയുന്നത് ഈമാനില്ലാത്തൊരു മനുഷ്യൻ, യഥാർത്ഥ വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ, അവൻ കുറെ നിസ്കരിച്ചതുകൊണ്ട് കാര്യം കിട്ടാൻ പോകുന്നില്ല, അവൻ കുറെ പട്ടിണി കിടന്നതുകൊണ്ട് കാര്യം ലഭിക്കുന്നില്ല, അവൻ കുറെ സദഖ ചെയ്തതുകൊണ്ടോ സക്കാത്ത് കൊടുത്തതുകൊണ്ടോ കാര്യം ലഭിക്കില്ല. അവന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ ഈമാൻ നന്നാകണമെന്നാണ് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കാൻ ഒന്നാമത്തെ കാരണമായി എണ്ണിയതും ഈമാൻ തന്നെയാണ്. ഈ പരമ്പരാഗതമായ ഈമാനിന്റെ കണ്ണിയിൽ നിന്നൊരു മനുഷ്യൻ തെറിച്ചു പോയാൽ അവന്റെ നിസ്കാരം വിലയിരുത്തിയിട്ട് കാര്യമില്ല, അവന്റെ നോമ്പോ ഹജ്ജോ സക്കാത്തോ വിലയിരുത്തിയിട്ട് കാര്യമില്ല. ഈമാനിൽ പിഴച്ചുപോയോ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്പ്രഭമാണ്. അല്ലാഹു നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരട്ടെ. എന്നാൽ ആ പാരമ്പര്യത്തിലൂടെ നാം അംഗീകരിച്ചു പോകുന്ന വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരുപാട് പുതിയ പുതിയ വിശ്വാസങ്ങൾ കടത്തിക്കൂട്ടാനിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് കടന്നു വന്ന പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒക്കെ അള്ളാഹു വിശ്വസിച്ചവരാണ്. പഴയ കാലം മുതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളായി നമ്മൾ മാറിയത് നാം ആരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടല്ല, നാം ആരും ഖൽബിൽ അത് നേരത്തെ ഉറപ്പിച്ചു വെച്ചതുകൊണ്ടല്ല, മറിച്ച് അല്ലാതെ തന്നെ നമുക്ക് മുഅ്മിനാകാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്തേ? ഈ ഈമാനിനെ അംഗീകരിച്ച ഒരു മുസ്ലിമായ ഉമ്മയിലൂടെയും വാപ്പയിലൂടെ നാം ജനിച്ചു എന്ന കാരണം കൊണ്ട് അവർ മുഅ്മിനായതോ അവരുടെ ഉമ്മയും വാപ്പയും മുഅ്മിനായി എന്നതാണ്. ആ രീതിയിൽ തൗഹീദിനെ അംഗീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. എന്നാൽ അങ്ങനെ അംഗീകരിച്ചു വന്ന ഇലാഹിലുള്ള വിശ്വാസം, ആ ഇലാഹായ റബ്ബിനെ കൊണ്ട് നാം എങ്ങനെയാണ് വിശ്വസിച്ചു പോകുന്നത്? ആ സൃഷ്ടാവിന്റെ രൂപം നാം ഇതുവരെ പഠിച്ചിട്ടില്ല. ആ സൃഷ്ടാവ് ഏത് സ്ഥലത്താണെന്നൊരു വിശ്വാസം നമുക്കില്ല. ആ സൃഷ്ടാവിന് ഒരു കാലമുണ്ടെന്നോ ഒരു ഘടനമുണ്ടെന്നോ നാം വിശ്വസിച്ചു പോന്നിട്ടില്ല. മറിച്ച് അവയവങ്ങളില്ലാത്ത, സ്ഥലകാലങ്ങളില്ലാത്ത, തുടക്കങ്ങളില്ലാത്ത, ഒടുക്കം സംഭവിക്കാത്ത ഒരധിപനായ റബ്ബിലാണ് നാം വിശ്വസിച്ചു പോകുന്നതെങ്കിൽ ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കടന്നു വരുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലത്തെ ആളുകളൊക്കെ അവരിപ്പോൾ ഒരു പുതിയ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണ്. ഏതാണ് അവർ പഠിപ്പിക്കുന്ന അള്ളാഹു? അവർ പഠിപ്പിക്കുന്ന അള്ളാഹു കയ്യും കാലും കണ്ണും മൂക്കുമുള്ള റബ്ബാണ്. അതുപോലെ തന്നെ അവൻ ഇന്ന സ്ഥലത്ത് ഇന്ന കാലത്തിൽ എന്നവർ പ്രവചിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനയിലേക്ക് പോയി. ആദ്യത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു ചാനൽ മസ്ജിദ് നബവിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അടുത്തെത്താൻ ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു തൊപ്പി ഒരു നീളക്കുപ്പായിലിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുറെ ലഘുലേഖ ഇങ്ങനെ വിതരണം നടത്തുന്നു. വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസം കുറേ മലയാളികളായ സുഹൃത്തുക്കളായ ഏരിയയിൽ ഇങ്ങനെ ഹാജിമാരെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ദിവസം. ഞാൻ ആദ്യം കരുതി ഏതോ നമ്മളൊരു പ്രവർത്തകൻ എന്തോ ഒരു ലഘുലേഖ വിതരണം നടത്തുകയാണ്. ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള ഒരു 3-4 ആളുകൾ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ ഞാൻ അവിടെ നിങ്ങളെ സംസാരിക്കുക. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഒരു ലഘുലേഖ എന്റെ കയ്യിലും ഉണ്ട്. ആ ലഘുലേഖ കയ്യിൽ കിട്ടി ഞാൻ ആദ്യം തന്നെ നോക്കിയപ്പോ അതിന്റെ പുറം ചട്ട അല്ലാഹു എവിടെ എന്നാണ്. ആ ലഘുലേഖയുടെ ഹെഡിങ് തന്നെ അല്ലാഹു എവിടെ എന്നാണ്. നമ്മൾ കാതു മുളച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടിട്ടില്ല. നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ അല്ലാഹു എവിടെ, അല്ലാഹു എങ്ങനെയെന്ന്? ഇല്ല. കാരണം എവിടെ എന്ന് പറയാൻ പറ്റാത്ത,
എങ്ങനെയെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അള്ളാഹുവിലാണ് ലോക മുസ്ലിമീങ്ങൾ ഇതുവരെ വിശ്വസിച്ചു പോകുന്നത്. അപ്പൊ ഈ എറ്റിന് കണ്ടപ്പോ എനിക്ക് തോന്നി ഈ ചെറുപ്പക്കാരൻ ഒരു തലതിന്റെ ചെറുപ്പക്കാരനാണ്. അപ്പൊ എന്റെ കൂട്ടത്തിൽ കൂടിയ കൊല്ലത്തുകാരൻ ഒരാളുണ്ട്. അയാളൊരു അരമൂല്യം കൂടി അയാളെ വെച്ച് പെട്ടെന്ന് കുട്ടിനോട് അല്ല എവിടെയാണെന്ന് പറയുന്നത് നീ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി പറഞ്ഞു അല്ല ആകാശത്തിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഏത് ആകാശത്തിലാണ്? ഏതാകാശം ഉണ്ടെന്നല്ലേ പറഞ്ഞു? 1 2 3 അല്ല ആകാശത്തിലാണ് എന്നുള്ളത് നിന്റെ അടുത്ത് എന്താ തെളിവുള്ളത്?